Good morning all. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെനർ ഡയോഡിന്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ ഇക്വലന്റ് സർക്യൂട്ട് എന്താണ്, അതേപോലെ ഒരു വോൾട്ടേജ് സ്റ്റെബിലൈസർ ആയിട്ട് നമുക്ക് എങ്ങനെ സെനർ ഡയോഡിനെ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. ഫസ്റ്റ് വൺ, സെനർ ഡയോഡിന്റെ സ്പെസിഫിക്കേഷൻസ്. ഒന്നാമത്തെ സ്പെസിഫിക്കേഷന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് VZ, അതായത് 1.8 വോൾട്ട് തൊട്ട് 2000 വോൾട്ട് വരെ ഉണ്ട് സെനർ ഡയോഡിന്റെ സ്പെസിഫിക്കേഷൻ. ഇത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഒരു സെനർ ഡയോഡ് നമ്മൾ മേടിച്ചു വിചാരിച്ചു, 3.6ന്റെ സെനർ ഡയോഡ് നമ്മൾ മേടിച്ചു എന്ന് വിചാരിച്ചു. അതായത് അതിന്റെ മീനിങ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 3.6 വോൾട്ട് അത് കോൺസ്റ്റന്റ് ആയിട്ട് ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അതായത് 1.8 വോൾട്ട് സെനർ ഡയോഡ് നമ്മൾ മേടിക്കുക എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താണ്? 1.8 വോൾട്ട് ആയിരിക്കും അതിന്റെ ഔട്ട്പുട്ട് കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും. അതായത് സെനർ ഡയോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ഒരു റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് നമ്മൾ എന്ത് കണക്ട് ചെയ്യുന്നു? ഫിൽറ്റർ കണക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് കണക്ട് ചെയ്യുന്നു? ഒരു സെനർ ഡയോഡിനെ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ റീജിയനിൽ അല്ലെങ്കിൽ റിവേഴ്സ് ബയാസിംഗിൽ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. ഓക്കെ, ദെൻ അതേപോലെ തന്നെ മാക്സിമം പവർ ഡിസിപ്പേഷൻ. എന്താണ് മാക്സിമം പവർ ഡിസിപ്പേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെനർ ഡയോഡിൽ എത്ര പവർ വരെ മാക്സിമം ഡിസിപ്പേറ്റ് ചെയ്യും. അതിനപ്പുറത്തേക്കാണെങ്കിൽ ഹീറ്റ് എനർജി കൂടിയിട്ട് എന്ത് സംഭവിക്കും? സെനർ ഡയോഡ് ബ്രേക്ക് ഡൗൺ ആയിട്ട് ബ്രേക്ക് ആയിട്ട് പോകും. ജംഗ്ഷൻ പെർമനന്റ് ആയിട്ട് ബ്രേക്ക് ആയിട്ട് പോകും. അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 150 മില്ലി വാട്ട് തൊട്ട് 50 വാട്ട്സ് വരെയാണ്. ഇതിൽ നമുക്ക് എന്ത് കിട്ടും? IZ മാക്സിമം കിട്ടും, മാക്സിമം സെനർ കറണ്ട് കിട്ടും. ദാറ്റ് ഈസ് നമുക്ക് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് അറിയാം, VZ അറിയാം, മാക്സിമം പവറും അറിയാമെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? മാക്സിമം കറണ്ട്. എത്ര മാക്സിമം കറണ്ട് വരെ നമുക്ക് ഈ സെനർ ഡയോഡിന് ഒരു കുഴപ്പവും വരാതെ പാസ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ദെൻ ബ്രേക്ക് ഓവർ കറണ്ട്, ദാറ്റ് ഈസ് IZ. എന്തായിരുന്നു IZ എന്ന് വെച്ച് കഴിഞ്ഞാൽ? IZ എന്ന് വെച്ചാൽ അതിന് താഴേക്ക് കറണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ റെഗുലേഷൻ നഷ്ടപ്പെട്ടു പോകും. അതാണ് IZ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ കറണ്ടിൽ താഴെയാണ് കറണ്ട് എങ്കിൽ എന്ത് സംഭവിക്കും? റെഗുലേഷൻ ലോസ്റ്റ് ആയി പോകും. അതായത് വോൾട്ടേജിന് വേരിയേഷൻസ് സംഭവിക്കാമെന്ന്. സെനർ റെസിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെനർ ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കുന്ന സമയത്ത് അത് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് എന്ത്? ഈ സെനർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. റിവേഴ്സിലും എന്താണ്? ഈ RZ സെനർ റെസിസ്റ്റൻസ് വരും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദെൻ ഇതാണ് സെനർ ഡയോഡിന്റെ ഇക്വലന്റ് സർക്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് ആയിട്ടാണ് VZ എങ്കിൽ അവിടെ റെസിസ്റ്റൻസ് ഉണ്ടോ? ഇല്ല. അപ്പൊ എന്താണ്? ദിസ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ എന്താ? ഒരു വോൾട്ടേജ് സോഴ്സ് ആയിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. റിവേഴ്സ് ബയാസിംഗിലാണ്, അതാണ് ഓഫ് സ്റ്റേറ്റ് എന്ന് കാണിച്ചേക്കുന്നത്. അതായത് VZ എന്ന് പറഞ്ഞ എന്താണ്? ഈ ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് ഏതാണോ അത് വെച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഇങ്ങനെയാണ് എന്ന് വിചാരിച്ചോ, ദാറ്റ് മീൻസ് ദർ എക്സിസ്റ്റ് എ റെസിസ്റ്റൻസ്. ദാറ്റ് റെസിസ്റ്റൻസ് ഈസ് സെനർ റെസിസ്റ്റൻസ്. കൂടാതെ എന്താണ്? ഒരു വോൾട്ടേജിന് ശേഷമാണ് അല്ലേ? ദാറ്റ് ഈസ് VZ എന്ന് പറഞ്ഞിട്ടുള്ള വോൾട്ടേജ്. ഇതൊരു ഐഡിയൽ കേസ് ആണ്. നോർമലി നമ്മൾ സെനർ ഡയോഡ് ചെയ്യുമ്പോൾ ഉടനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. കറക്റ്റ് കോൺസ്റ്റന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. റെസിസ്റ്റ് എ സ്മോൾ റെസിസ്റ്റൻസ് വാല്യൂ, ഒരു RZ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ റെസിസ്റ്റൻസ് വാല്യൂ എക്സിസ്റ്റ് ചെയ്യും. എപ്പോഴും ഓർത്തോണം, വോൾട്ടേജ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സിന്റെ അകത്ത് ഇങ്ങനെ ഒരു ലീനിയർ സ്ലോപ്പ് കാണുന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താ? ദർ എക്സിസ്റ്റ് എ റെസിസ്റ്റൻസ്. ഇങ്ങനെ ഡയറക്റ്റ് ഒരു ഐഡിയൽ ആയിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്റെ മീനിങ് എന്താ? റെസിസ്റ്റൻസ് ഒന്നും ഇല്ല അവിടെ, ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സ് ആയിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ സെനർ ഡയോഡ് വോൾട്ടേജ് സ്റ്റെബിലൈസർ ആയിട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ഈ സെനർ ഡയോഡ് ഇതാന്ന് വിചാരിച്ചു, ഇത് നമ്മുടെ TV നമ്മൾ ഇവിടെ കണക്ട് ചെയ്തിരിക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മുടെ ലോഡ്, നമ്മുടെ പവർ, അതായത് 230 വോൾട്ട് എന്നുള്ള ആ AC ആണ് ഇവിടെ എന്ന് വിചാരിക്കുക. അപ്പൊ ഈ സെനർ ഡയോഡ് അല്ലെങ്കിൽ സ്റ്റെബിലൈസറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 230 വോൾട്ടാണ് നമ്മളിവിടെ കിട്ടുന്നതെങ്കിൽ എപ്പോഴും 230 വോൾട്ട് കിട്ടണമെന്നില്ല. ചിലപ്പോൾ ഒരു 150 വോൾട്ട് തൊട്ട് ഒരു 250 വോൾട്ട് വരെയാണ് ഈ സ്റ്റെബിലൈസർ വർക്ക് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പൊ ഈ സ്റ്റെബിലൈസർ ആ ഒരു റേഞ്ചിൽ എന്ത് ചെയ്യും? കോൺസ്റ്റന്റ് ആയിട്ടുള്ള കറണ്ട് ആയിരിക്കും ഈ TVക്ക് കിട്ടുന്നത്. എന്നാൽ 150 വോൾട്ടിന് താഴെയും 250 വോൾട്ടിന് മുകളിലാണെങ്കിൽ കോൺസ്റ്റന്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ TV കത്തിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും റേഞ്ച് കൂട്ടിയിട്ടായിരിക്കും നമ്മുടെ സ്റ്റെബിലൈസർ ഉള്ളത്. നമ്മൾ ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണ്, 180 വോൾട്ട് അല്ലെങ്കിൽ 250 വോൾട്ട് വരെ ആണെന്ന് വിചാരിക്കുക. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ സീരീസ് റെസിസ്റ്റൻസ് ആ എക്സ്ട്രാ ഉള്ള ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഫ്ലക്ച്വേഷൻസിന് എന്ത് ചെയ്യുന്നു? അതിനെ അബ്സോർബ് ചെയ്തിട്ട് ഈ ലോഡ് റെസിസ്റ്റൻസിൽ എപ്പോഴും എന്തായിരിക്കും? ഈ 230 വോൾട്ട് കിട്ടുന്നു. ഓക്കെ,
അതായത് ഇവിടെ ഒരു 250 വോൾട്ട് ആയെന്ന് വിചാരിക്കുക, പക്ഷേ ടി വി വർക്ക് ചെയ്യുകയാണെങ്കിൽ 230 വോൾട്ടിൽ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പൊ എക്സ്ട്രാ വരുന്ന 20 വോൾട്ട് എവിടെ അബ്സോർബ് ചെയ്യുന്നു? ഈ റെസിസ്റ്റൻസിന് അക്രോസ് അബ്സോർബ് ആയിട്ട് പോകുന്നു. അപ്പൊ ഇങ്ങനെയാണ് സ്റ്റെബിലൈസർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തേത്, ഇൻപുട്ട് വോൾട്ടേജ് വേരി ചെയ്തുകൊണ്ടിരിക്കും. 230 വോൾട്ട് എന്നുള്ളത് 250 ആകും, 260 ആകും, 270 ആകും, 180 ആകും, 170 ആകും, 130 ആകാം. അപ്പം വോൾട്ടേജ് വേരി ചെയ്യുന്നു, ഇൻപുട്ട് വോൾട്ടേജ് വേരി ചെയ്യുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നമുക്കറിയാം, ഇതാണ് ഇങ്ങനൊരു ലൂപ്പ് നമ്മൾ എടുക്കുമെന്ന് വിചാരിച്ചു. ഇങ്ങനൊരു ലൂപ്പ്, അതായത് ടോട്ടൽ ലൂപ്പ്, അതായത് വി ഐ മൈനസ് പ്ലസ്, അപ്പം വി ഐ പ്ലസ് മൈനസ്, അപ്പം മൈനസ് ഐ ഇൻറ്റു ആർ. നമ്മൾ ക്രിച്ചോസ് വോൾട്ടേജ് ലോ പഠിച്ചായിരുന്നു. രണ്ടാമത്തെ സൈൻ നമ്മൾ എടുക്കണം. അപ്പം മൈനസ് ഐ ഇൻറ്റു ആർ. ദെൻ ഇത് പ്ലസ് മൈനസ്, അപ്പം മൈനസ് വി നോട്ട് ഈക്വൽ ടു 0. അപ്പം വി ഐ മൈനസ് ഐ ആർ മൈനസ് വി നോട്ട് ഈക്വൽ ടു 0. അപ്പം വി നോട്ട് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? മൈനസ് വി നോട്ട് ഇപ്പുറത്ത് വരും, പ്ലസ് വി നോട്ട്. അപ്പോൾ വി നോട്ട് ഇസ് ഈക്വൽ ടു വി ഐ മൈനസ് ഐ ആർ എന്ന് കിട്ടി. ദാറ്റ് ഈസ് വി നോട്ട് ഇസ് ഈക്വൽ ടു വി ഐ മൈനസ് വി എസ്. വി എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീരീസ് റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള ഡ്രോപ്പ്. അപ്പോൾ ഒന്നാമത്തെ കേസ് നിങ്ങൾ നോക്കിക്കേ, ഇൻപുട്ട് വോൾട്ടേജ് വേരി ചെയ്യുക. അതായത് നമുക്ക് എപ്പോഴും എന്തായിരിക്കണം? ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ടിരിക്കണം. അതല്ല നമ്മുടെ ഉദ്ദേശം. അപ്പം ഈ ഇൻപുട്ട് വോൾട്ടേജ് വേരി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇൻപുട്ട് വോൾട്ടേജ് കൂടാം, അതുപോലെ ഇൻപുട്ട് വോൾട്ടേജ് കുറയാം. അപ്പൊ ഇൻപുട്ട് വോൾട്ടേജ് കൂടുവാന്ന് വിചാരിച്ചു. അതായത് ഇപ്പൊ 5 മൈനസ് 3 എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. ആ 3 തന്നെ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് ഇവിടെ കിട്ടണമെങ്കിൽ ഇത് 7 ആയെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കണം? ഇവിടെ അത് 4 ആയെങ്കിൽ 7 മൈനസ് 4 എന്തായി മാറി? 3 ആയിട്ട് മാറി. മനസ്സിലായോ? അതായത് വി ഐ കൂടുമ്പോൾ എന്ത് സംഭവിക്കണം? വി എസും കൂടണം. അതായത് ഈ സീരീസ് റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള ഡ്രോപ്പ് എന്ത് ചെയ്യണം? കൂടണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. അത് നമുക്ക് ക്രിച്ചോസ് വോൾട്ടേജ് ലോ വെച്ച് കിട്ടി. അത് ഞാൻ ഒന്നുകൂടെ പറയാം. എങ്ങനെയാണ്? മൈനസ് പ്ലസ്, അപ്പൊ വി ഐ പ്ലസ് മൈനസ്, അപ്പൊ മൈനസ് ഐ ഇൻറ്റു ആർ, ദെൻ പ്ലസ് മൈനസ്, ദാറ്റ് ഈസ് വി നോട്ട് മൈനസ് വി നോട്ട് ഈക്വൽ ടു 0. അതായത് സെക്കൻഡ് സൈൻ ആണ് നമ്മൾ ക്രിച്ചോസ് വോൾട്ടേജ് ലോ വെച്ച് നമ്മൾ ലൂപ്പ് എടുക്കുമ്പോൾ കിട്ടുന്നത്. അതാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ വി നോട്ട് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? വി ഐ മൈനസ് ഐ ആർ എന്ന് കിട്ടി. ദാറ്റ് ഈസ് വി ഐ മൈനസ് വി എസ് എന്ന് കിട്ടി. അപ്പൊ നമ്മൾ പറയുന്നത് എന്താണ്? ഇൻപുട്ട് വോൾട്ടേജ് വേരി ചെയ്യാണ്, അതായത് വി ഐ വേരി ചെയ്യാണ്. അപ്പൊ വി ഐ കൂടുവാണെങ്കിൽ വി നോട്ട് കോൺസ്റ്റന്റ് ആയിട്ടിരിക്കണം. അതാണ് നമ്മൾ സ്റ്റെബിലൈസർ എന്ന് വെച്ച മീനിങ്. വി നോട്ട് എന്തായിരിക്കണം? ലോഡ് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ടിരിക്കും. അപ്പൊ വി എസ് എന്ത് ചെയ്യണം? കൂടാ. വി എസ് എങ്ങനെ കൂടുന്നു? അതാണ് നമ്മൾ പറയുന്നത്. വി ഐ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതുവഴിയുള്ള കറണ്ട് കൂടത്തില്ലേ? അപ്പൊ കറണ്ട് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ത് ചെയ്യും? കൂടും. ഓക്കെ, അപ്പൊ വോൾട്ടേജ് ഡ്രോപ്പ് കൂടുന്നു. അപ്പൊ ഈ കറണ്ട് കൂടിയ കറണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ അതിനെന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ കറണ്ട് ഇവിടുന്ന് സ്പ്ലിറ്റ് ആയിട്ട് ഐസഡ് ആയിട്ടും ഐ എൽ ആയിട്ടും പോകുന്നു. നമുക്ക് എന്ത് ചെയ്യണം? ഐ എൽ കോൺസ്റ്റന്റ് ആക്കി വെക്കണം. അപ്പൊ എന്ത് ചെയ്യുന്നു? ഐസഡ്, ഈ സെനർ എന്ത് ചെയ്യുന്നു? കൂടുതൽ കറണ്ടിനെ എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്യുന്നു. അപ്പൊ കറണ്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ കൂടുന്നു. പക്ഷെ ലോഡിലൂടെ ഒഴുകുന്ന കറണ്ടിന് വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഐ എൽ വിൽ ബി കോൺസ്റ്റന്റ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി നോട്ട് കോൺസ്റ്റന്റ് ആക്കി വെക്കാനായിട്ട് പറ്റും. മനസ്സിലായല്ലോ? അതായത് ഇത്രയേ ഉള്ളൂ. അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ടിരിക്കണം. അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ ഇൻപുട്ട് വോൾട്ടേജ് കൂടി. അപ്പൊ ഇൻപുട്ട് വോൾട്ടേജ് നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് ഏതും കൂടെ കൂടിയാൽ മതി? ഈ വി എസ്, അതായത് സീരീസ് റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള ഈ ഒരു കറണ്ട് എന്ത് ചെയ്താൽ മതി? കൂടിയാൽ മതി. അതുപോലെ തന്നെ ഈ സെനർ ഡയോഡ് നിങ്ങൾ ശ്രദ്ധിച്ച് അതെങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? P2 നെഗറ്റീവ് N2 പോസിറ്റീവ് റിവേഴ്സ് ബയാസിങ്ങിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ലോഡ് റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കോൺസ്റ്റന്റ് ആക്കി വെക്കാനായിട്ട് പറ്റും. അതെങ്ങനെയാണ് കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുന്നത്? ഇൻപുട്ട് വോൾട്ടേജ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് കൂടുന്നുണ്ട്? കറണ്ട് കൂടുന്നുണ്ട്. ആ കറണ്ട് കൂടുമ്പോൾ ഉടനെ എന്ത് സംഭവിക്കും? ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പും കൂടിക്കോളും. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് കൂടുമ്പോൾ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പും കൂടുമ്പോൾ വോൾട്ടേജ് എന്ത് ചെയ്തോളും? കോൺസ്റ്റന്റ് ആയിട്ട് ഇരുന്നോളും. അവിടെ വരുന്നൊരു സംശയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കറണ്ടിന് എന്ത് സംഭവിക്കും? അപ്പൊ കറണ്ട് ഇവിടെ വന്നിട്ട് സ്പ്ലിറ്റ് ചെയ്ത് സെനറിലൂടെ ഒഴുകുന്നുണ്ട്, ഐ എല്ലിലൂടെ ഒഴുകുന്നുണ്ട്. ഐ എൽ കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കണം നമുക്ക് എപ്പോഴും. അപ്പൊ സെനർ എന്ത് ചെയ്യാൻ തയ്യാറാണ്? സെനറിലൂടെ കറണ്ടിന് കറണ്ടിന്റെ വ്യത്യാസം വന്നാലും സെനറിന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിൽ വ്യത്യാസം വരത്തില്ല. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ സെനറിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് പഠിച്ചായിരുന്നു. എന്താണ്? കറണ്ട് വ്യത്യാസം വന്നാലും സെനറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പിന് വ്യത്യാസം വരത്തില്ല. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് വിൽ ബി കോൺസ്റ്റന്റ്. ഇനി ഇൻപുട്ട് വോൾട്ടേജ് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇൻപുട്ട് വോൾട്ടേജ് കുറഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഈ വി എസ് കുറഞ്ഞു കഴിഞ്ഞാൽ വി നോട്ട് കോൺസ്റ്റന്റ് ആയിട്ടിരുന്നോളും.
മനസ്സിലായല്ലോ പറഞ്ഞേ? ഇതും കുറഞ്ഞു ഇതും കുറഞ്ഞു, അപ്പൊ വി നോട്ട് കോൺസ്റ്റന്റ് ആയിട്ടിരുന്നോളും. ഓക്കെ, അപ്പൊ വി ഐ മൈനസ് വി എസ് അല്ലെങ്കിൽ വി ഐ കുറയുമ്പോൾ വി എസ് എങ്ങനെ കുറയുന്നത്? എങ്ങനെ? വി ഐ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുന്ന് ഒഴുകുന്ന കറണ്ട് കുറയും. കറണ്ട് കുറയുമ്പോൾ ഉടനെ ഇതിനെക്കുറിച്ചുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ത് ചെയ്തോളും? സ്വാഭാവികമായിട്ടും കുറഞ്ഞോളും. അപ്പം എന്ത് ചെയ്തോളും? ഇതുവഴി ഒഴുകുന്ന കറണ്ട് കുറഞ്ഞോളും, ഈ ജനറിലൂടെ ഒഴുകുന്ന കറണ്ട് കുറഞ്ഞോളും. അപ്പം ലോഡിലൂടെ ഒഴുകുന്ന കറണ്ട് കോൺസ്റ്റന്റ് ആയിട്ടിരുന്നോളും. ദാറ്റ് മീൻസ് വി നോട്ട് വിൽ ബി കോൺസ്റ്റന്റ്. അപ്പൊ വി നോട്ട് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിട്ട് ഇരുന്നോളും. രണ്ടാമത്തെ കേസ്, ലോഡ് റെസിസ്റ്റർ മാറി. അതായത് നമ്മളിപ്പോൾ 230 വോൾട്ട് ചേഞ്ച് ചെയ്ത് വ്യത്യാസം വരുന്ന മാറിയത്. ഇനി നമ്മൾ ടി വി മാറ്റി ഫ്രിഡ്ജ് കണക്ട് ചെയ്തു, ഫ്രിഡ്ജ് മാറ്റി വേറെ ഏതെങ്കിലും കണക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്തു അല്ലെങ്കിൽ ലോഡ് ചേഞ്ച് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് സെനർ ഡയോഡിന്റെ സ്റ്റെബിലൈസേഷൻ മാറാൻ പാടുണ്ടോ? ഇല്ല. അപ്പോഴെന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം, വി നോട്ട് ഈസ് ഈക്വൽ ടു വി ഐ മൈനസ് ഐ ആർ. അതായത് ഈ ഐ ആർ എന്നുള്ളത്, അതായത് ഈ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കണം, ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കണം. അതിന് വേണ്ടിയിട്ട് എന്താ സംഭവിക്കുന്നത്? അതായത് ഈ റെസിസ്റ്റൻസ് കൂടാം, റെസിസ്റ്റൻസ് കുറയാം. ടി വി മാറ്റി ഫ്രിഡ്ജ് ആക്കി അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ ആക്കി എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? അവിടുത്തെ റെസിസ്റ്റൻസ് കൂടാം കുറയാം. അപ്പൊ റെസിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കുറയുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ വി നോട്ട് കോൺസ്റ്റന്റ് ആയിട്ടിരിക്കണം. അപ്പൊ അതിനെന്താ സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാല്, ഈ റെസിസ്റ്റൻസ് കുറഞ്ഞു എന്ന് വിചാരിക്കുക. റെസിസ്റ്റൻസ് കുറഞ്ഞു എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? ഇതുവഴി ഒഴുകുന്ന കറണ്ട് എന്ത് ചെയ്യുന്നു? കൂടുന്നു. റെസിസ്റ്റൻസ് കുറയുമ്പോൾ കറണ്ട് എന്ത് ചെയ്യും? കൂടും. അപ്പൊ കറണ്ട് കൂടി. കറണ്ട് കൂടിയെങ്കിൽ ഈ ഐ എന്നുള്ളത് കോൺസ്റ്റന്റ് ആയിട്ടിരുന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? വി ഐ മൈനസ് ഐ ആർ എന്നുള്ളത് കോൺസ്റ്റന്റ് ആണെങ്കിൽ വി നോട്ട് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ ഐ കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കണം. അപ്പൊ ഐ എൽ എന്ത് ചെയ്തു? കൂടി. അപ്പൊ ഐ കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഐ ഇസഡിന് എന്ത് സംഭവിക്കണം? ഐ ഇസഡ് കുറയണം. ദാറ്റ് മീൻസ് ഇവിടെ, അതായത് ഐ എന്ന് പറയുന്നത് ഐ ഇസഡ് പ്ലസ് ഐ എൽ എന്നുള്ളതാണ്. കാരണം എന്താണ്? ഈ ഒരു ജംഗ്ഷനിൽ വരുന്നത് ഐ ആണ് വരുന്നത്. അത് എന്തൊക്കെയായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്? ജനർ കറണ്ട് ആയിട്ടും ലോഡ് കറണ്ട് ആയിട്ടും സ്പ്ലിറ്റ് ചെയ്തു. അപ്പൊ ലോഡ് കറണ്ട് എന്ത് ചെയ്തു? കൂടി. ലോഡ് കറണ്ട് കൂടിയെങ്കിൽ സെനർ എന്ത് ചെയ്തു? സെനർ കറണ്ട് എന്ത് ചെയ്യണം? കുറയണം. അപ്പം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് ആയിട്ടിരിക്കത്തില്ലേ? ദാറ്റ് മീൻസ് ഐ വിൽ ബി കോൺസ്റ്റന്റ്. ഈ കറണ്ട് എന്ന് പറയുന്നത്, ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്നത് എന്തായിട്ടിരിക്കും? കോൺസ്റ്റന്റ് ആയിട്ടിരിക്കും. അതുകൊണ്ട് തന്നെ വി ഐ മൈനസ് ഐ ആർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ടിരിക്കും. അപ്പൊ വി നോട്ട് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി തിരിച്ച് ലോഡ് റെസിസ്റ്റൻസ് കൂടി എന്ന് വിചാരിക്കുക. അപ്പം സ്വാഭാവികമായിട്ടും ഇതുവഴി ഒഴുകുന്ന കറണ്ട് എന്ത് ചെയ്യും? റെസിസ്റ്റൻസ് കൂടി. അപ്പൊ കറണ്ട് എന്ത് ചെയ്തു? കുറഞ്ഞു. കറണ്ട് കുറഞ്ഞെങ്കിൽ ഇതുവഴി ഒഴുകുന്ന കറണ്ട് കൂടുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഇവ രണ്ടുപേരും കൂടെ ആഡ് ചെയ്യുന്നത് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഐ ഇൻറ്റു ആർ എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. വി ഐയും കോൺസ്റ്റന്റ് ആണ്, ഐ ആറും കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് മീൻസ് വി ഐ മൈനസ് ഐ ആർ കോൺസ്റ്റന്റ് ആയിട്ടിരിക്കും. അപ്പൊ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കും. ഇങ്ങനെയാണ് ഒരു സെനർ ഡയോഡ് ഒരു സ്റ്റെബിലൈസർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ആഗ്രഹം എന്താണ്? ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുക. ഔട്ട്പുട്ട് വോൾട്ടേജ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ അത് രണ്ട് കേസിൽ നടന്നു. എന്താ? ഇൻപുട്ട് വോൾട്ടേജ് വേരി ചെയ്താലും ഔട്ട്പുട്ട് കോൺസ്റ്റന്റ് ആണ്, ലോഡ് റെസിസ്റ്റർ വേരി ചെയ്താലും ഔട്ട്പുട്ട് കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കും. സോ വി വിൽ ഡിസ്കസ് മോർ അബൌട്ട് ദ സ്പെഷ്യൽ പർപ്പസ് ഡയോഡ്, അതർ സ്പെഷ്യൽ പർപ്പസ് ഡയോഡ്സ് ലൈക്ക് ടണൽ ഡയോഡ്, അതുപോലെ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് in the next class. So thank you all. Stay happy. Bye.